ഹായ് ഗായ്സ്, ഞാൻ മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരുന്ന സമയം പോക്കും ടി വി കണ്ടുകൊണ്ടിരുന്ന സമയം പോക്കും ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് സമയം പോക്കും കേട്ടോ. അങ്ങനെ വാപ്പ പറഞ്ഞ് ചുമ്മാ മൊബൈലിൽ വെള്ളം കണ്ടുകൊണ്ടിരിക്കാതെ കുറേ ഏത്തപ്പഴമൊക്കെ ഇരിപ്പുകൊണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തിന് ചുമ്മാ സമയം പോക്കുന്നത്, നമുക്ക് കടയിൽ നിന്ന് പാപ്പം മേടിക്കുന്ന സമയം കൊണ്ട് വലുതും കഴിക്കുകയും ചെയ്യാൻ ചായ ഇടുമ്പോൾ. അങ്ങനെ മാമനെ കാണാൻ വരുന്നവരെല്ലാവരും നല്ല ഏത്തപ്പഴമോ അല്ലെങ്കിൽ മുന്തിരിങ്ങി ഓറഞ്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. മാമന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായതുകൊണ്ട് മാമനെ കാണാൻ എല്ലാവരും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലല്ലേ ഈ സാധനങ്ങളെല്ലാം എത്തുന്നത്. അപ്പോൾ കഴിച്ച് ഞാനും അങ്ങ് മടുത്ത്. ഏത്തപ്പഴം അല്ലാതെ കഴിച്ചും പുഴുങ്ങി കഴിച്ചുമൊക്കെ ഞാനും അങ്ങ് മടുത്ത്. എന്നാൽ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഏത്തക്കപ്പം എന്നാണേ പറയണേ. ഇനി നിങ്ങളുടെ അവിടെ എന്തോ പറയുന്നത് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയാൻ നിങ്ങളൊക്കെ അതിനെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ചിലയിടത്ത് പഴംപൊരി എന്ന് പറയും കേട്ടോ. എനിക്ക് പഴംപൊരി ഏത്തക്കപ്പം മാത്രമേ അറിയത്തുള്ളൂ. ഇനി വേറെ അടുത്ത് കാണാൻ ഇനി വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അത് കഴിഞ്ഞ് നല്ല ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്കും ഗണിയാണോ ഇൻട്രസ്റ്റ് കേട്ടോ. പാപ്പയ്ക്കും അപ്പച്ചിക്കും കണ്ടുകൂടാ, അവർ അടുക്കള ഏരിയ വരത്തില്ല കേട്ടോ. ചോറും കറിയൊക്കെ വയ്ക്കാൻ അവർക്ക് ഇഷ്ടം, പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ രണ്ടായിട്ട് തന്നെ കണ്ടിച്ചു കേട്ടോ. ഏത്തപ്പഴം ഗണിയാണെന്നാണെങ്കിൽ മൂന്നായിട്ടാണ് കണ്ടിച്ചു. അത് കനം കുറഞ്ഞ് ഇങ്ങനെ കിടന്നാൽ ഒരുമാതിരി ഇങ്ങനെ ആടി ഇരിക്കും. അതാകുമ്പോൾ വലുതായിട്ട് കിട്ടുകയും ചെയ്യും. രണ്ടായിട്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ, 2 വലിയ ഏത്തക്കപ്പം എനിക്കും 2 വലിയ ഏത്തക്കപ്പം വാപ്പയ്ക്കും, ബാക്കി നിങ്ങൾക്കൊക്കെ ചെറിയ ഏത്തക്കപ്പം എന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ. അവർ പറഞ്ഞു നീ നിൻ്റെ ഇഷ്ടത്തിന് നീ എടുത്തോ, നീ എല്ലാം ഉണ്ടാക്കുന്നത് നിൻ്റെ ഇഷ്ടത്തിന് നീ എടുത്തോ എന്ന് പറഞ്ഞു. മൈദമാവ് ഇരിപ്പുണ്ടായിരുന്നു. മൈദമാവിനകത്ത് മഞ്ഞളും ഇട്ട് ഉപ്പും ഇട്ട് ജീരകം കൂടെ ഇട്ട് ഇളക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് ഇളക്കി വെച്ചിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നത്. പഴം രണ്ടായിട്ട് കീറി മുറിച്ചിട്ട് മുക്കി നല്ല തിളച്ച എണ്ണയിലിട്ട് കോരി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ പാത്രം നല്ല ആയതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല. പക്ഷേ ഈ കോരുന്ന ആ തവി ഉണ്ടല്ലോ, ആ കൊട്ട പോലുള്ള ആ സാധനത്തിന് ആ ചട്ടുകോ അതിനകത്ത് എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതിങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഒട്ടും കേട്ടോ. അത് ഭയങ്കര പാടായിരുന്നു. എന്നപ്പോലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ആരാണ് മോളല്ലേ. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം മുരിച്ച് കോരി എടുത്തു കേട്ടോ. നല്ല രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വാപ്പയ്ക്ക് കൊടുത്ത് വാപ്പ പറഞ്ഞു നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ, എന്നിട്ട് ചുമ്മാതെ ടി വിയും കണ്ട് മൊബൈലിൽ കുത്തി സമയം പോക്കുവോ, വലുത് ഉണ്ടാക്കിയെങ്കിലും തിന്നൂടെയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റം പറയാം കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ കരിഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് നല്ലത് കൊടുത്താലും കുറ്റം പറയുന്നൊരു തെണ്ടിയാണ് എൻ്റെ വാപ്പ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ നിൻ്റെ ജോലി നോക്കണം, തെണ്ടി എന്ന് വിളിക്കും കേട്ടോ. ഞങ്ങളങ്ങനെ അച്ഛനും മോളും ഇങ്ങനെ കേട്ടോ സംസാരിക്കുന്നത്. അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് വരല്ലേ. ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, നാളെ ഉണ്ടാക്കാൻ. അടുത്ത വീഡിയോ കാണാൻ ബൈ.